Hey all, it's me Rinsha. So, എനിക്കറിയാം ഇപ്പൊ നമ്മുടെ എക്സാം കഴിഞ്ഞു, സ്കൂൾ കിട്ടി. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ വെക്കേഷൻ ടൈമിലാണുള്ളത്. ഈ വെക്കേഷൻ ടൈം ഇപ്പൊ ഏകദേശം കഴിയാനായി, ഒരു മന്ത് കൂടി ഉള്ളൂ ഇനി. അപ്പോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് ഹോബീസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ കോളേജിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു വെക്കേഷൻ ടൈമിൽ വെറുതെ മടി പിടിച്ച് ടൈം വേസ്റ്റ് ചെയ്ത് കളയാതെ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കി നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏകദേശം 25-ലും കൂടുതൽ ഹോബീസ് പറയുന്നുണ്ട്. ഈ 25 ഹോബീസും ഞാൻ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്ന് ക്രിയേറ്റീവ് ഹോബീസ്, പീസ്ഫുൾ ഹോബീസ്, ഹെൽത്തി ഹോബീസ്, മണി മേക്കിംഗ് ഹോബീസ്, ഇങ്ങനെ 4 സെക്ഷനിലായിട്ടാണ് ഞാൻ ഹോബീസ് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ക്രിയേറ്റീവ് ഹോബീസ് ആണ്. ക്രിയേറ്റീവ് ഹോബീസ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോബീസ് ആണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞാല് ക്രാഫ്റ്റിംഗ് തന്നെയാണ്. ക്രാഫ്റ്റിംഗ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് ക്രാഫ്റ്റിംഗ് വീഡിയോസ് യൂട്യൂബിലാണെങ്കിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ക്രാഫ്റ്റിംഗ് വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പൊ യൂട്യൂബിൽ ഒരുപാട് കളർ ക്ലോഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെയും ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ജ്വല്ലറീസ് ഉണ്ടാക്കുന്നതാണെങ്കിലും എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് ചെയ്യാം. ഇതിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഒന്നും, പക്ഷെ നമ്മൾ ചെയ്യുന്നതിലാണ് കാര്യം. പിന്നുള്ളതാണ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. ഈ ഒരു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാമറ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മൂമെന്റ്സ് ഉണ്ടാവില്ലേ, എന്തെങ്കിലും മൂമെന്റ്സ്, അതൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതൊക്കെയാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ആ ഒരു സ്കില്ലൊന്നും തീരെ ഉണ്ടാവില്ല. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും ഒട്ടും അറിയാത്ത ആൾക്കാരൊക്കെയാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാം. ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ വെറുതെ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പൊ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുമ്പോൾ. പിന്നെ ഉള്ളത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. എന്നിപ്പോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങളൊന്നും വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. അതാണ് ജേർണലിംഗ്. ഞാൻ ചെയ്യുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്താ പറയാ, അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മളിങ്ങനെ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര മടി, ഇതൊക്കെ എന്താ ഇതിലെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഈ ജേർണലിംഗിന്റെ വലിയൊരു പോസിറ്റിവിറ്റി എന്താണെന്നറിയോ, നമ്മളിപ്പോ ജേർണലിംഗ് ഒക്കെ കഴിഞ്ഞു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം നമ്മൾ അന്ന് ചെയ്ത ആ ഒരു ജേർണലിംഗ് കാണുന്ന ടൈമിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ആ ഒരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ട്. അത് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു വട്ടയിലും അത് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് സ്കെച്ചോ അല്ലെങ്കിൽ കളറിങ് പെൻസിലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ള പെൻസിലും പെന്നും വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ഒരു ജേർണലിംഗ് ചെയ്യാം. പിന്നെ ഈ ഒരു ക്രിയേറ്റീവ് ഹോബിയിലുള്ള ഒരു കാര്യമാണ് സ്കെച്ചിങ്. ഈ സ്കെച്ചിങ് അല്ലെങ്കിൽ കളറിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ അതൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അത് ഭയങ്കരമായിട്ടും മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് കളറിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു ഹോബിയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാർഡ് മേക്കിംഗ് ഒക്കെ. ഞാൻ നേരത്തെ ക്രാഫ്റ്റിംഗിൽ പറഞ്ഞ പോലെ, ക്രാഫ്റ്റിംഗ് പറയുമ്പോൾ വലിയ രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് കാർഡ് മേക്കിംഗ് ഒക്കെ. അപ്പോൾ കാർഡ് മേക്കിംഗ് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്ത് പഠിക്കുക. ഈ വെക്കേഷൻ ടൈമിൽ നല്ല നല്ല കാർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെല്ലാം ക്രിയേറ്റീവ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹോബി ഒരു ദിവസം ഒരു വട്ടം ചെയ്താൽ തന്നെ നമ്മൾ ആ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ക്രിയേറ്റീവ് ഹോബീസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പീസ്ഫുൾ ഹോബീസ് ആണ്. ഈ ഒരു പീസ്ഫുൾ ഹോബീസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെന്റലി ഭയങ്കര പീസ്ഫുൾ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ പറയുമ്പോൾ ഫസ്റ്റ് വണ്ണാണ് വാച്ചിങ് സൺസെറ്റ്. അപ്പൊ നല്ലൊരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ബീച്ചിൽ പോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ പോവാം.
അല്ല, ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടില് ടെറസ് ഉണ്ടാവില്ലേ, ടെറസിന്റെ മേലെ പോയിട്ട് ചുമ്മാ റിലാക്സിങ് ആയിട്ട് സൺസെറ്റ് കാണാം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് റിലാക്സിങ് ആക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇപ്പത്തെ ഈ ഒരു സമ്മർ ടൈമിൽ സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. അപ്പൊ വെറുതെ ഞാനിങ്ങനെ ഈവനിങ് ചായ കുടിക്കൂലേ, അപ്പൊ ചായ ഒക്കെ ആയിട്ട് ഞാൻ മേലെ പോയിട്ട് മേലെ ഇരുന്നിട്ട് വെറുതെ റിലാക്സിങ് ആയിട്ട് സൺസെറ്റ് കാണും. അപ്പൊ ഞാൻ ആ ഒരു കാര്യം ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ്. ഏതെങ്കിലും ചെറിയ ചെടിയൊക്കെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കുഴിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് അങ്ങനെ നോക്കുന്നത്, അത് ഞാൻ ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ അതുമൊക്കെ പോകല് കുറവാണ്. അപ്പം അത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. പിന്നെയുള്ളൊരു കാര്യമാണ് റീഡിങ് ബുക്സ്. നമുക്ക് ബുക്സൊക്കെ നല്ല ബുക്സൊക്കെ കിട്ടുമ്പോൾ അത് വായിക്കാം. ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ബുക്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബുക്സ് ഒക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നമുക്ക് ബുക്സ് വായിക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് കുക്കിംഗ്. കുക്കിംഗ് പറയുമ്പോൾ ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കലല്ല ഞാൻ ഉദ്ദേശിക്കണേ. എന്തെങ്കിലും ഒരു ജ്യൂസ് അല്ലെങ്കിൽ സ്മൂത്തി അല്ലെങ്കിൽ നൂഡിൽസ്, അതുപോലെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ സെർവ് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കാം. അപ്പൊ കിട്ടുന്ന ഒരു ഫീലിംഗ് അത് ഗുഡാണ്. സോ അങ്ങനെ ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ജേർണലിങ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടൊന്നും അല്ലാതെ നമ്മൾ ബുക്കും പേനയും എടുത്തിട്ട് നമുക്ക് അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത്, നമ്മുടെ തോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ജസ്റ്റ് റൈറ്റ് ചെയ്യാം, എഴുതുക. നമ്മുടെ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ് അതൊക്കെ നമ്മൾ എഴുതുക. അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത്. ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് വേറെ, ഇതും ഒരു ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ്. പിന്നെ ഉള്ളതാണ് മെഡിറ്റേറ്റിംഗ്. ഈ മെഡിറ്റേറ്റിംഗ് നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും, വീഡിയോ കിട്ടും. എന്താ പറയാ, 5 minute മെഡിറ്റേറ്റിംഗ്, 10 minute മെഡിറ്റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പ്ലേ ചെയ്തിട്ട് ഒപ്പം ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ വർക്കൗട്ടൊക്കെ പോലെ മെഡിറ്റേറ്റിംഗിന്റെ വീഡിയോസും നമുക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പോൾ ആ യൂട്യൂബിൽ വീഡിയോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എക്സാം ടൈമിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എക്സാം ടൈമിൽ നല്ല സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്ന ടൈമാവില്ലേ, അപ്പം ആ ഒരു ടൈമിൽ മെഡിറ്റേറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് റിലീഫ് ആവാനൊക്കെ നല്ലതാണ്. അപ്പം ആ ഒരു മെഡിറ്റേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആക്കി വെക്കാൻ പറ്റും. അടുത്തത് ഞാൻ പറയാൻ പോണത് ഹെൽത്തി ഹോബീസ് ആണ്. ഈ ഒരു ഹെൽത്തി ഹോബീസിൽ ഞാൻ ആദ്യം പറയാൻ പോണത് മോർണിംഗ് സ്ട്രെച്ചിങ് ആണ്. മോർണിംഗ് നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിലും എക്സസൈസ് ചെയ്യുക. ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ അധികം യൂട്യൂബ് വെച്ചിട്ട് തന്നെയാണ് എക്സസൈസ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ യൂട്യൂബിൽ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ യോഗയാണെങ്കിലും ശരി, നമുക്ക് യൂട്യൂബിൽ ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ 2-3 വട്ടമൊക്കെ യോഗ ചെയ്തിട്ടുണ്ട്. പക്ഷേ യോഗേനേക്കാൾ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് എക്സസൈസുകളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവനിങ് വാക്കിംഗ് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിംഗ്, ഡ്രിങ്കിങ് മോർ വാട്ടർ. നമ്മൾ കറക്റ്റ് ടൈമിൽ വെള്ളമൊക്കെ കുടിച്ച് ബോഡിയൊക്കെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ഇപ്പോൾ സമ്മർ ടൈം ഒക്കെ ആണല്ലോ, നല്ല ചൂടാണ്. അപ്പോൾ വെള്ളം നമ്മൾ കുറെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ നോക്കുക. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ കാരണം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ള ഈ ഒരു മന്തിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഗ്ലോ അപ്പ് ആയിട്ടൊക്കെ സ്കൂളിൽ പോകാൻ നോക്കുക. പിന്നെ ഈ ഒരു ഹെൽത്തി ഹോബിയിൽ ഞാൻ പറയുന്ന നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മീ ടൈം. സെൽഫ് ലവ് ചെയ്യാനും നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മീ ടൈം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് നമ്മളെ പറ്റിയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് മീ ടൈം. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ടൈമിനെ യൂസ് ചെയ്യാം. ഹെൽത്തി ഹോബീസും കഴിഞ്ഞു, പീസ്ഫുൾ ഹോബീസും കഴിഞ്ഞു, ക്രിയേറ്റീവ് ഹോബീസും കഴിഞ്ഞു. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണി മേക്കിംഗ് ഹോബീസ്. ഇത് നമ്മൾ കുറച്ച് സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഇതുവരെയും പറഞ്ഞ ഹോബീസ് നമുക്ക് ഇടയ്ക്കൊക്കെ എന്താ പറയാ, നമ്മുടെ മൂഡിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോബീസ് ആയിരുന്നു. അപ്പോ ഇനി ഞാൻ പറയാൻ പോണത് നമുക്ക് കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹോബീസ് ആണ്. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോണത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വെക്കേഷൻ ടൈമിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം സ്കൂളിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറെ ഉണ്ടാവും, അതിൽ അസൈൻമെന്റ്, സെമിനാർ അങ്ങനെ കുറെ ഉണ്ടാവും.
ആ ഒരു ടൈമിലേക്കാൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പോകില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഫെയിലർ ആണെങ്കിലും എന്തെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. അതിന്റെ വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിൽ പറയാൻ പോണത് ഫ്രീലാൻസിങ് എഡിറ്റിംഗ് ആണ്. ഈ ഫ്രീലാൻസിങ് എഡിറ്റിംഗ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ എഡിറ്റിംഗ് അല്ലാതെ തന്നെ ഫ്രീലാൻസിംഗിൽ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. എന്താ പറയാ, പോസ്റ്റർ മേക്കിംഗ്, പോസ്റ്റർ ഡിസൈനിങ്, ലോഗോ ഡിസൈൻ മേക്കിംഗ്, അതേപോലെ എന്താ പറയാ ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. റൈറ്റിംഗ് ഉണ്ട്. അങ്ങനത്തെ കുറെ കാറ്റഗറീസ് ഈ ഒരു ഫ്രീലാൻസിംഗിൽ ഉണ്ട്. അത് നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ സ്കില്ലിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഫ്രീലാൻസിംഗ് ചൂസ് ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ നല്ലൊരു അതും നമ്മൾ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. പിന്നുള്ളതാണ് സെല്ലിംഗ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ഒക്കെ. അപ്പോൾ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അതിലൂടെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു ഫ്രെയിം ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ നമ്മുടെ ചുറ്റും. അതുപോലത്തെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക. എന്താണേലും അതിന് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പുതിയ കാര്യം പഠിക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ. അപ്പോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങുക. നമ്മുടെ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്യാനും അതേപോലെ എഡിറ്റിംഗ് ഒക്കെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴി ചൂസ് ചെയ്യാം. അതിനാണെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, നമുക്കൊണ്ട് പറ്റുമോ നോക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് കിട്ടും. ആൻഡ് അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിലൂടെയും നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ക്യാൻവ ഡിസൈനിങ്. ക്യാൻവ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് പറ്റും, ഒരുപാട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ക്യാൻവ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡിസൈൻസ് നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഇതിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓരോ വീഡിയോസിലും. അപ്പൊ ഞാനിത് അതൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഒരു സ്മാൾ ഓൺലൈൻ ഷോപ്പ് ഒക്കെ നമുക്ക് തുടങ്ങാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് നമുക്ക് ഓൺലൈനായിട്ട് സെല് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു പറഞ്ഞ ഹോബീസിലൊക്കെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, അതിനെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ഒരു മണി ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആക്കണം. അതാണ് ഞാൻ ഈ ഒരു ഹോബീസിലൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിലിപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എന്റെ ഒരു നിഗമനം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒപ്പം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒക്കെ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ മുന്നിലുള്ള ഈ ഒരു മന്തിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ വെക്കേഷൻ എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യണു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പിന്നെ അതേപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. എന്താണേലും റിപ്ലൈ തരും. പിന്നെ ഇപ്പൊ എന്താ അത്രേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ഉണ്ടാവട്ടെ. ഇനി എന്താണേലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.